അടുത്ത പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെർക്കന്റിലിസം എന്ന് പറഞ്ഞാല്. മെർക്കന്റിലിസം എന്ന് പറഞ്ഞാല് അവിടുത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 13 കോളനികൾ അവർ സ്ഥാപിച്ചതിന് ശേഷം അവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മദർലാൻഡിലുള്ള ആൾക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് ദിസ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദി ബ്രിട്ടീഷ് മെർച്ചന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദി അമേരിക്കൻ കോളനീസ്. ദിസ് ഈസ് നോൺ ആസ് മെർക്കന്റിലിസം. എന്താണ് അവിടുത്തെ ഈ അവരുടെ ജന്മനാട്ടിലുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് അവർ നടപ്പിലാക്കിയിട്ടുള്ള വാണിജ്യ നയമാണ് എന്ത് മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയാം. ദിസ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദി ബ്രിട്ടീഷ് മെർച്ചന്റ്സ്. ആരാണ് ബ്രിട്ടീഷിലുള്ള ഒരുപാട് മെർച്ചന്റ്സ് അവരുടെ വ്യാപാരികൾ എന്ത് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദി അമേരിക്കൻ കോളനീസ്. അവരുടെ ഈ മദർലാൻഡിന്റെ അല്ലെങ്കിൽ അവരുടെ സഹായത്തോട് കൂടിയിട്ട് അവർ നടപ്പിലാക്കിയിട്ടുള്ള വാണിജ്യ നയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മെർക്കന്റിലിസം എന്ന് വിളിക്കുന്നത്. മെർക്കന്റിലിസം പ്രധാനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ 5 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കോളനികളിൽ നിന്നോ കോളനികളിലേക്ക് എന്ത് ചെയ്യണം സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ആരുടെ കപ്പലിലായിരിക്കണം ഇംഗ്ലീഷുകാരുടെ കപ്പലിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പം ലാറ്റിനം അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകൾക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള കപ്പലുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പകരം ആരെ കപ്പലുകൾ ഉപയോഗിക്കണം ഇംഗ്ലീഷുകാരുടെ കപ്പല് മാത്രം അവർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കോളനികളിൽ അല്ലെങ്കിൽ കോളനികളിൽ നിന്നോ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യണം ഇംഗ്ലീഷുകാരുടെ കപ്പൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ ബോക്സിൽ അതാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ദ ഗുഡ്സ് ആൻഡ് ടു ദ അല്ലെങ്കിൽ എന്താണ് carried only in the British ship അല്ലെ. അവരുടെ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ബ്രിട്ടീഷ് ഷിപ്പിൽ മാത്രം ക്യാരി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഒന്നാമത്തെ ഭാഗങ്ങളിൽ പറയുന്നത്. രണ്ടാമത്തേൽ പറയുന്നത് എന്താണ് രണ്ടാമത്തേല് പഞ്ചസാര അതുപോലെ തന്നെ കമ്പിളി പരുത്തി പുകയില എന്നിവ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റുമതി ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ wool cotton tobacco etc could only be exported to England. ഇംഗ്ലണ്ടിലേക്ക് മാത്രമായിരുന്നു പഞ്ചസാരയും കമ്പിളിയും പരുത്തിയും പുകയിലയൊക്കെ എന്താണ് വളരെ ഉയർന്ന പണം ലഭിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ വാണിജ്യ നയമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ആളുകൾക്ക് സമ്പന്നരാകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഇത്തരത്തിലുള്ള വസ്തുക്കള് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം കൂടി ഈ മെർക്കന്റിലിസത്തിലൂടെ അവര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മൂന്നാമത്തെ ഈ സൈഡിലുള്ള ബോക്സിലേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രമാണങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം അല്ലെ. സപ്പോസ് സ്റ്റാമ്പ് അല്ലെങ്കിൽ സ്റ്റാമ്പിൽ അതുപോലെ തന്നെ എന്താണ് അവര് അഫിക്സഡ് ഓൺ ദി ലീഗൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്റ്റാമ്പ് എന്ത് ചെയ്യണം ലൈസൻസ് ആയാലും അതുപോലെ പാംപ്ലെറ്റ് ആയാലും അവരുടെ ന്യൂസ് പേപ്പർ ആയാലും ഒക്കെ എന്ത് ചെയ്യണം ഈ ഇംഗ്ലണ്ടിന്റെ സീൽ അവര് പതിപ്പിച്ചിരിക്കണം. ഒന്നുകൂടെ പറയാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഏതിൽ മാത്രം ഇംഗ്ലീഷുകാരുടെ കപ്പലിൽ മാത്രം കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം അവർ കൊണ്ടുവന്നു. സെക്കൻഡ് എന്താണ് പഞ്ചസാരയ്ക്കും കമ്പിളിക്കും പരുത്തിക്കും പുകയിലേക്കൊക്കെ എന്ത് ചെയ്തു ഇംഗ്ലണ്ട് അവരെന്ത് ചെയ്തു കയറ്റുമതി ചുങ്കം അവര് ഏർപ്പാടാക്കി. അല്ലെങ്കിൽ എന്താണ് ഷുഗർ wool cotton tobacco etc അവരെന്ത് ചെയ്തു could only to be exported ടു ഇംഗ്ലണ്ട് അല്ലെ. only exported to ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റുമതി ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള എന്ത് ലൈസൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആയിക്കോട്ടെ ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ പാംപ്ലെറ്റ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളിൽ എന്ത് ചെയ്യണം അവര് അവരുടെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണമായിരുന്നു. ന്യൂസ് പേപ്പേഴ്സ് അറിയില്ലേ എന്താണ് പത്രം പത്രങ്ങളിലും എന്ത് ചെയ്യണം അവരുടെ ഒരു മുദ്ര പതിപ്പിക്കണം. അതുപോലെ തന്നെ എന്താണ് അവരുടെ കയ്യിലുള്ള ലൈസൻസ് ആയാലും എന്ത് കാര്യത്തിലും എന്ത് ചെയ്യണം പ്രമാണങ്ങളൊക്കെ മറ്റുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലണ്ടുകാർ പതിപ്പിച്ച സീലുള്ള അല്ലെങ്കിൽ മുദ്രയുള്ള ഒരു പേപ്പർ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാം കൊണ്ട് എന്ത് ചെയ്തു അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മെർക്കന്റിലിസത്തിലൂടെ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് വൺ എന്താണ് ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസ സ്ഥലം അവരൊരുക്കണം അല്ലെ. ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകള് ധാരാളം മിലിറ്ററി ഫോഴ്സിന് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ആളുകളെ അവർ കൊണ്ടുവന്നു. അവർക്കുള്ള എന്ത് ചെയ്യണം must be food and quarters from the British transport അല്ലെങ്കിൽ എന്താണ് British troops which were
മെയിൻറ്റെയിൻ ഇൻ ദി കോളനീസ്. അവർ ഫുഡായിട്ടും അതുപോലെ അവർക്കുള്ള ക്വാർട്ടേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഷെൽട്ടേഴ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യണം, അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളായിട്ടും അതുപോലെ ക്വാർട്ടേഴ്സ് താമസ സ്ഥലങ്ങളൊക്കെ ആർക്ക് കൊടുക്കണം, ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് അതിനുള്ള കംപ്ലീറ്റ് ചെലവും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എടുക്കണം എന്നാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഫൈനലി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറക്കുമതി ചുങ്കം എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഏതെങ്കിലും സാധനം അവിടേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് അതിന്റെ ചുങ്കം എന്ന് പറഞ്ഞാൽ ടാക്സ് അവര് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി എന്തൊക്കെയാണ്, തേയില, ഗ്ലാസ്, കടലാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ടാക്സ് ഈടാക്കിയിട്ടുണ്ട്. ഗ്ലാസ് ആയാലും അതുപോലെ തന്നെ തേയിലയായാലും അതുപോലെ തന്നെ കടലാസ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ അവര് ഇറക്കുമതി അല്ലെങ്കിൽ എന്താണ് അവര് ഒരു ഇമ്പോർട്ട് ടാക്സ് ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒന്നും കൂടെ വൈൻഡപ്പ് ചെയ്ത് പറയാണ്, മെർക്കന്റിലിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പോളിസി ബ്രിട്ടീഷ് മെർച്ചന്റ്സ് ആണ് കൊണ്ടുവന്നത്. ആരുടെ സഹായത്തോട് കൂടിയിട്ട്, അവരുടെ മദർലാൻഡിന്റെ സഹായത്തോട് കൂടിയിട്ട് അമേരിക്കൻ കോളനികളിൽ അവരെന്ത് ചെയ്തു, ഒരു മെർക്കന്റിലിസ് നിയമം അല്ലെങ്കിൽ വാണിജ്യ നയം അവർ നടപ്പിലാക്കി. പ്രധാനമായിട്ടും എന്താണ് അവരെന്ത് ചെയ്തു, കോളനികളിൽ നിന്നോ കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷുകാരുടെ കപ്പലിൽ മാത്രം അല്ലെങ്കിൽ അവരുടെ ഷിപ്പിൽ മാത്രം കൊണ്ടുപോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഷിപ്പിൽ മാത്രം കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. സെക്കൻഡ് അവരെന്ത് ചെയ്തു, അവര് ഷുഗർ, വൂള്, കോട്ടൺ, ടുബാക്കോ അല്ലെങ്കിൽ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു, ഇംഗ്ലണ്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളല്ലേ, അപ്പൊ ആ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു, അവര് ഒരു കയറ്റുമതി ചുങ്കം അല്ലെങ്കിൽ ഒരു ടാക്സ് അവര് ഈടാക്കാൻ തുടങ്ങി. മാത്രമല്ല ലൈസൻസ് ആയാലും അതുപോലെ തന്നെ അവരുടെ ഡോക്യുമെന്റ്, ലീഗൽ ഡോക്യുമെന്റ് ആയാലും ന്യൂസ് പേപ്പേഴ്സ് ആയാലും പാംലെറ്റ് ആയാലും തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളിലും എന്ത് വേണം, അവരുടെ സീൽ അല്ലെ. നമുക്കിപ്പോ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പാസ് ഒക്കെ തരികയാണെങ്കിൽ ആ പാസിൽ ഹെഡ് മാസ്റ്ററുടെ ഒരു സീൽ ഉണ്ടാവില്ലേ, അതുപോലെ എന്ത് ചെയ്യണം, ഈ പ്രമാണങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യണം, ഇംഗ്ലണ്ടിന്റെ ഒരു സീല് പതിപ്പിച്ചിരിക്കണം. ദെൻ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള ഫുഡും അല്ലെങ്കിൽ അവർക്കുള്ള ക്വാർട്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഇവര് ഒരുക്കി കൊടുക്കണം. അത്യാവശ്യ സാധനങ്ങളൊക്കെ അവര് എത്തിച്ചു കൊടുക്കണമായിരുന്നു. ദെൻ ഫൈനലി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറക്കുമതി ചുങ്കല ഇമ്പോർട്ട് ടാക്സ് അവർ ഈടാക്കിയിട്ടുണ്ട്. എന്തിലൊക്കെ, തേയില, ഗ്ലാസ്, കടലാസ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ ഏറ്റവും ചീപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് വരെ അവരെന്ത് ചെയ്തു, അവര് ഇറക്കുമതി ചുങ്കം അവര് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഈ എല്ലാം ഇംഗ്ലണ്ടിന് ഫേവർ ആയിട്ടുള്ള നിയമങ്ങളായിരുന്നു ഈ അമേരിക്കൻ നാടുകളിൽ അവര് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത്, മെർക്കന്റിലിസം എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് 4 അല്ലെങ്കിൽ 5 മാർക്കിന് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഇത് പഠിക്കന്നെ വേണം. കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഷിപ്പിലെ ഇംഗ്ലീഷുകാരുടെ കപ്പലുകൾ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, കോട്ടൺ ആയാലും ഷുഗർ ആയാലും വൂളിലെ തേയില, കമ്പിളി, പരുത്തി തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ അവരെന്ത് ചെയ്തു, ഒരു കയറ്റുമതി ചുങ്കം അവർ ഈടാക്കി. മാത്രമല്ല എന്താണ്, എല്ലാ വസ്തുക്കളിലും ലൈസൻസ് ഉൾപ്പെടെയുള്ള വസ്തുക്കളിലൊക്കെ എന്ത് ചെയ്യണം, ഇംഗ്ലണ്ടിന്റെ ഒരു മുദ്ര പതിപ്പിക്കണമായിരുന്നു. കൂടാതെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിനുള്ള ഭക്ഷണ സൗകര്യങ്ങളും അതുപോലെ ക്വാർട്ടേഴ്സ് ഒക്കെ അവരെന്ത് ചെയ്യണം, ഒരുക്കണമായിരുന്നു. ഗ്ലാസ്, പേപ്പർ, അതുപോലെ തേയില തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ അവരെന്ത് ചെയ്തു, ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കവും അവര് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണ്, ഒന്നാമതായിട്ട് നമ്മൾ റിനാൻസൻസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ജ്ഞാനോദയത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതിലുള്ള സ്ലോഗനെ കുറിച്ച് പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് അവര് 16-ാം നൂറ്റാണ്ടിൽ കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് വന്നതെന്ന് പറഞ്ഞു അല്ലെ, വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എത്ര കോളനികളാണ് അവർ സ്ഥാപിച്ചത്, 13 കോളനികൾ അവരുണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ സംസ്കൃത വസ്തുക്കള് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവിടുന്ന് തന്നെ എന്താണ് ധാരാളം അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുമുള്ള കമ്പോളങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 13 കോളനികൾ അവർ കീഴടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നും അത് പിന്നീട് മെർക്കന്റിലിസത്തിലേക്ക് വന്നതുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള റിപ്പീറ്റേഷൻ ആയിട്ട് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ ഇതിന്റെ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് എന്നെ പേഴ്സണൽ ആയിട്ട് തന്നെ നിങ്ങൾ അയച്ചു തരണം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി അല്ലെങ്കിൽ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ അതിന്റെ ഭാഗമായിട്ടുള്ള മെർക്കന്റിലിസം ലോ അല്ലെ, മെർക്കന്റിലിസം നിയമം, അതിന്റെ ഫലമായിട്ട് ആളുകൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ചില ചിന്തകന്മാർ എന്ത് ചെയ്തു, അവരുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി. ഇത്തരത്തിലുള്ള ചിന്തകൾ എന്ത് ചെയ്തു, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, സഹായകമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ഐഡിയോളജീസ് അവര് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഐഡിയോളജീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ച പ്രധാനമായിട്ടുള്ള 2 വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, പേജ് നമ്പർ 12 എന്താണ് ജോൺ ലോക്ക് എന്നും അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ആശയം എന്താണെന്നും എന്താണ് തോമസ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള വ്യക്തി പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് അത് 1 വേർഡ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ്, ജോൺ ലോക്കിനെ കുറിച്ചാണ്. അല്ലെ, ജോൺ ലോക്ക് എന്ന് എഴുതിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലാസ്റ്റ് വേർഡ് എന്താണ്, ലോക്ക് എന്നാണ് അല്ലെ. അപ്പൊ ലോക്ക് എന്നാണ് ജോൺ ലോക്ക് അല്ലെ. എന്തിനോ ഒന്നിനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് കേട്ടോ. എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കോഡാണ്, നിങ്ങൾക്ക് അത് സഹായകമാകുമോ എന്ന് നോക്കാം. 2 വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്, ഒന്ന് ജോൺ ലോക്കും 2 തോമസ് പെയിനും. അപ്പം ആ ജോൺ ലോക്ക് എന്ന വ്യക്തിയിൽ തന്നെ ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ജോൺ ലോക്ക് ആണ് അല്ലെ, എവിടെയോ ലോക്കായി കിടക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്ക്, എന്താണ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, ആർക്കും അവകാശമില്ല. ആ വേർഡ് ഒന്നും കൂടെ ഡീപ്പായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണാം. Everyone has some fundamental right. No government has the right to suspend them. ഒരിക്കലും എന്ത് ചെയ്തില്ല, ഒരു ഗവൺമെന്റിനും അതിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് പറയുന്നത്. സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ ഹനിക്കാൻ അല്ലെങ്കിൽ എന്താണ്, ലോക്ക് ചെയ്യാൻ അല്ലെ. അതിനെ മനുഷ്യന് ഒരുപാട് മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഒരുപാട് ആളുകൾ മാറി വരുന്നുണ്ട് അല്ലെ. അവരൊക്കെ എന്ത് ചെയ്യാണ്, ജനങ്ങളെ നിരന്തരമായിട്ട് ചൂഷണം ചെയ്യാണ്. അവരൊക്കെ എന്ത് ചെയ്യാണ്, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ അവരുടെ മൗലിക അവകാശങ്ങളെ ചൂഷണം ചെയ്യാണ് അല്ലെ. അപ്പൊ അതിനെ ഹനിക്കാൻ അല്ലെങ്കിൽ അതിനെ ലോക്ക് ചെയ്യാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരാൾക്കും അവകാശമില്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ജോൺ ലോക്ക് അഭിപ്രായപ്പെട്ടത്. ഒന്നും കൂടെ പറയാം, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ജോൺ ലോക്കിനെ കുറിച്ചാണ്. എവ്രി വൺ ഹാസ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്, ഒരുപാട് മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നാണ് ജോൺ ലോക്ക് തന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ വ്യക്തിയാണ് ആര്, തോമസ് പെയിൻ അല്ലെ. പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വേദന അല്ലെ. പെയിൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്, വേദന. അപ്പൊ അതിലെ തന്നെ ഉണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, there is something observation in suspending a conduct North America especially be perfectly government by the foreign powers. എന്ന് വെച്ചാൽ ഫോറിൻ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു വിദേശ ശക്തി എന്നതുകൊണ്ട് ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വൻകര എന്ന് പറഞ്ഞാൽ എന്താണ്, വടക്കേ അമേരിക്ക കുറെ കാലത്തോളം ഇങ്ങനെ എന്താണ്, ഇങ്ങനെ കൈയടക്കി വെക്കാമെന്നുള്ളത് അവരുടെ വെറും വ്യാമോഹമാണ്. അല്ലെങ്കിൽ എന്താണ്, ഏതൊരു വൻകരയും കുറെ കാലം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ അടിച്ചമർത്തി അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നാണ് ഈ 2 വ്യക്തികളും പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ ജോൺ ലോക്കിനെ കുറിച്ചാണ്. മനുഷ്യന് ചില അവകാശങ്ങളും ഫണ്ടമെന്റൽ റൈറ്റിലെ മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ എന്താണ്, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്. എന്നാൽ 2ാമത്തെ വ്യക്തിയാണ് ആര്, തോമസ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ വൻകര ഏറെ കാലം വരെ ഇങ്ങനെ അടക്കി അല്ലെങ്കിൽ കീഴടക്കാം എന്നത് വെറും വ്യാമോഹം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണ്, ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്, അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ഹനിക്കാൻ കഴിയില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.